കരസേനാ മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ജനറൽ മനോജ് പാണ്ഡെയിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇന്ത്യയുടെ 30ാമത്തെ കരസേനാ മേധാവിയായി ജനറൽ ദ്വിവേദി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, 1.3 ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ മേധാവിയായാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം വിരമിച്ച കരസേനാ മേധാവി മനോജ് പാണ്ഡെയിൽ നിന്നും ചുമതല ഔദ്യോഗികമായി ഏറ്റെടുത്തത്. രാവിലെ കരസേനാ ആസ്ഥാനത്ത്, അതായത് പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് കരസേനാ മേധാവിയുടെ മുറിയിലെത്തി ഔദ്യോഗികമായി ഈ ദണ്ഡ് കൈമാറുന്ന ചടങ്ങ് നടന്നു. 40 വർഷത്തോളം അനുഭവ പരിചയവുമായാണ് അദ്ദേഹം കരസേനാ മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സേവന കാലയളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമായ മേഖലകളിൽ എല്ലാം തന്നെ പ്രവർത്തിച്ച് അനുഭവ പരിചയമുണ്ട്. ചൈനീസ് അതിർത്തി മേഖലയിലും പാക് അതിർത്തി മേഖലയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ അസം റൈഫിൾസിൻ്റെ DIG ആയി സേവനമനുഷ്ഠിച്ചത് കൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ സംഘർഷ പ്രദേശങ്ങൾ സംബന്ധിച്ചും കൃത്യമായി നേരിട്ട് തന്നെ അനുഭവ പരിചയമുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ഈ അനുഭവ പരിചയമെല്ലാം തന്നെ പ്രത്യേകിച്ചും ഈ ചൈനീസ് പാക് അതിർത്തികളിൽ സംഘർഷം തുടരുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ നീക്കങ്ങൾക്ക് എല്ലാം തന്നെ ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. കൂടാതെ നിർണായകമായ ഒട്ടേറെ പദവികളിൽ വഹിച്ച ശേഷമാണ് അദ്ദേഹം ഈ കരസേനാ മേധാവി സ്ഥാനത്ത് എത്തുന്നത് എന്നുള്ളതും നിർണായകമാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സൈനിക ഘടന മാറ്റത്തിനുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ, മറ്റ് ഉപകരണങ്ങളും സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നീണ്ട കാലത്തെ അനുഭവ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കരസേനാ മേധാവിയായി എത്തുന്നത്. ക്രിസ്റ്റീന. പ്രതിരോധ മേഖലയിലെ തദ്ദേശവൽക്കരണവും അതേപോലെ തന്നെ സൈനിക ഘടനയിലെ മാറ്റവും ഒക്കെ വരുമ്പോഴാണ് ഇന്ത്യയുടെ 30ാമത്തെ കരസേനാ മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമേൽക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്.